നമ്മുടെ രാജുവേട്ടൻ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ഇനി വരാൻ പോകുന്ന സിനിമയാണ് നോബഡി എന്ന് പറഞ്ഞ സിനിമ. സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ കംപ്ലീറ്റ് ആയ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പുള്ളിക്കാരന്റെ ഭാഗങ്ങളൊക്കെ. എന്തായാലും നമ്മുടെ നിസാം ബഷീറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. എന്തായാലും പടത്തിന്റെ എൻ്റയർ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കാൻ പോകുന്ന ഈ ഒരു മാസാവസാനമായിരിക്കും. എന്തായാലും പൃഥ്വിരാജ് എന്തായാലും നിലവിൽ നമ്മുടെ ഖലീഫ എന്ന് പറഞ്ഞ സിനിമയിൽ ഫെബ്രുവരി മാസം 12-ാം തീയതി അപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ നോബഡി സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം. എന്തായാലും നല്ലൊരു 2 പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് നോബഡി സിനിമേന്റെ ഭാഗത്തു നിന്നും ഖലീഫ എന്ന് പറഞ്ഞ സിനിമേന്റെ ഭാഗത്തു നിന്നും. ഇതിൽ കാത്തിരിക്കും നമുക്ക് നോബഡിന്റെയും ഖലീഫേന്റെയും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ടിനു പാപ്പച്ചന്റെ അടുത്ത ഡയറക്ഷനിൽ വരുന്ന സിനിമേന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോസ്റ്ററൊക്കെ ഞാൻ ചാനലിൽ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊല്ലം കോട്ട കമ്പനി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും സിനിമയിൽ നമ്മുടെ സജിൻ ഗോപു ആണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ സിനിമയിൽ ഓൾമോസ്റ്റ് 4 പുതിയ മുഖങ്ങൾ വരുന്നു എന്ന് കേൾക്കാൻ സാധിക്കും. ജസ്റ്റിൻ വർഗീസ് ആയിരിക്കും സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ കൊല്ലം കോട്ട കമ്പനി എന്ന് പറഞ്ഞ സിനിമേന്റെ കൂടുതൽ സിനിമ വാർത്തയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ധനുഷിന്റെ 85ാമത്തെ സിനിമ തന്നെയാണ്. നമ്മുടെ ധനുഷ്, മമ്മൂക്ക എന്നിവർ അഭിനയിക്കുന്ന സിനിമ തന്നെയാണിത്. നമ്മുടെ രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ധനുഷിന്റെ കൂടെ നമ്മുടെ മമ്മൂക്ക ജസ്റ്റ് ഒരു കേമിയോ റോള് മാത്രമല്ല, ഒരു എക്സ്റ്റെൻഡഡ് കേമിയോ റോള് തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട വേഷം തന്നെ സിനിമയിൽ ചെയ്യുന്നുണ്ട്. നിലവിൽ കേൾക്കാൻ സാധിക്കും മമ്മൂക്കിക്ക് മാത്രം സിനിമയിൽ 40 ദിവസം ഷൂട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമയിൽ. അപ്പോൾ എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് ജസ്റ്റ് ഒരു കേമിയോ റോള് മാത്രമല്ല, പ്രധാനപ്പെട്ട വേഷം തന്നെയാണ്. എന്തായാലും രാജ്കുമാർ പരമസ്വാമി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ സിനിമ. ഈ വർഷം ഓണം പ്രമാണിച്ചാണ് പടം റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ അവസാന ഘട്ടത്തിലെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ചെന്നൈയിൽ വെച്ചിട്ട്. ഓൾമോസ്റ്റ് 46 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇനി സിനിമ പാക്കപ്പ് ആവാനുള്ള ബാക്കിയുള്ളത്. എന്തായാലും നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളത്. എന്തായാലും ഓണം പ്രമാണിച്ചായിരിക്കും ഓണത്തിന് ഇപ്രാവശ്യം സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നിഹാസ് ഹിദായത്തിന്റെ എപ്പോഴും ഓണം സ്പെഷ്യൽ സിനിമകൾ തന്നെയാണ് RDX, കൊണ്ടല് സിനിമകൾ. കൊണ്ടൽ സത്യം പറഞ്ഞ ഫ്ലോപ്പ് ആയിപ്പോയി. RDX പക്ഷേ തൂക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ നിഹാസ് ഹിദായത്തിന്റെ അടുത്തൊരു ഓണം സ്പെഷ്യൽ സിനിമയ്ക്കായിട്ട്. മറ്റൊരു സിനിമയാണ് ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു എന്നിവർ അഭിനയിക്കുന്ന അതിരടി എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന മെയ് മാസം 14-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നമ്മുടെ റിയ ഷിബുവിന്റെ ക്യാരക്ടർ പോസ്റ്റർ അങ്ങനെ വന്നിട്ടുണ്ട്, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. മ്യൂസിക് നമ്മുടെ വിഷ്ണു വിജയാണ്. ഡയറക്ഷൻ നമ്മുടെ അരുൺ അനിരുദ്ധനാണ്. നമ്മുടെ ബേസിൽ ജോസഫ്, ഡോക്ടർ അനന്തു എന്നിവരൊക്കെയാണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും ബേസിലിന്റെ ആദ്യ സിനിമയും കൂടിയാണ് ഇത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് അതിരടി സിനിമേന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. എന്തായാലും നല്ലൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് കാണാൻ സാധിക്കും. സിനിമയിൽ നമ്മുടെ റിയ ഷിബു സ്വാതിയായിട്ടാണ് വരാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂര്യയുടെ 47ാമത്തെ സിനിമേൻ്റെ തന്നെയാണ്. നമ്മുടെ സൂര്യയുടെ 47ാമത്തെ സിനിമേൻ്റെ ഷൂട്ടിംഗ് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാറ്റിയിട്ട് തമിഴ്നാട്ടിലോട്ട്. കേരളത്തിലെ സിനിമയ്ക്ക് അനുമതി ഇല്ലാത്തതുകൊണ്ട് സിനിമേൻ്റെ ഷൂട്ടിംഗ് പകുതി ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ വെച്ചിട്ട്. എന്തായാലും പടത്തിൻ്റെ ആ ക്യാൻസൽ ആയത് പെർമിഷൻസിൻ്റെ കാരണമാണ്. എന്തായാലും പടത്തിന് ഇനി ഫുൾ ഷൂട്ടിംഗ് ചെന്നൈയിൽ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും സൂര്യ, നസ്രിയ, ജിത്തു മാധവൻ കോമ്പോയിൽ വരുന്ന സിനിമയാണ്. നെസ്ലൻ ഉൾപ്പെടെ വരുന്ന ഒരു പോലീസ് വേഷത്തിൽ വരുന്ന സൂര്യണ്ണൻ സിനിമ. കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ജിത്തു മാധവന്റെ വരാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ ആവേശം എന്ന സിനിമയുടെ 2ാം ഭാഗം. ഓൾമോസ്റ്റ് നമ്മുടെ രംഗണ്ണനായ ഫഹദ് ഫാസിലാണ് നിലവിൽ കൺഫേം ആക്കിയിരിക്കുന്ന പുതിയൊരു ഇവന്റിൽ വെച്ചിട്ട്. രംഗണ്ണൻ ഇസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 2027-ലായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ സൂര്യണ്ണന്റെ 47ാമത്തെ സിനിമയ്ക്ക് ശേഷം ഇമീഡിയറ്റ്ലി ആയിട്ട് ആവേശം സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ആരംഭിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് 2ാം ഭാഗത്തിന്റെ. അടുത്ത അപ്ഡേറ്റ് ആണ് സൂര്യണ്ണൻ നിലവിൽ നമ്മുടെ മലയാളം ഡയറക്ടേഴ്സിന് പിന്നാലെ തന്നെയാണ് സിനിമ നോക്കുന്നത്. ഇപ്പം നിലവിൽ കേൾക്കാൻ സാധിക്കും നമ്മുടെ സൂര്യണ്ണന്റെ സൂര്യ 47 സിനിമയ്ക്ക് ശേഷം നമ്മുടെ സൂര്യണ്ണന്റെ അടുത്തൊരു സിനിമ വരുന്നുണ്ടെന്നാണ് മലയാളത്തിൽ തന്നെയായിട്ട് നിഹാസ് ഹിദായത്തായിട്ട്. എന്തായാലും പടം ഒരു റൊമാൻറ്റിക് കോമഡി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ബാംഗ്ലൂരിലായിരിക്കും പടത്തിന്റെ കഥ നടക്കാൻ പോകുന്നത്. നിലവിലെ ലൊക്കേഷൻ അതാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത് നമ്മുടെ ജഗറാം സ്റ്റുഡിയോസിന്റെ അണ്ടറിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ നിർമ്മാണത്തിലായിരിക്കും ഈ പടം വരാൻ പോകുന്നത്, ഈ റൊമാൻറ്റിക് കോമഡി സിനിമ. എന്തായാലും നിഹാസ് ഹിദായത്തിന്റെ ഒരു ജേണർ മാറ്റി പിടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. മാസ് ആക്ഷനിൽ നിന്ന് നേരെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഒരു കോമഡി റൊമാൻറ്റിക് ജേണർ. മറ്റൊരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടൊവിനോ തോമസിനെ വരാൻ പോകുന്ന സിനിമയാണ്. ഏപ്രിൽ 9-ന് വരാൻ പോകുന്ന വേൾഡ് വൈഡ് പാൻ ഇന്ത്യൻ റിലീസായി പള്ളിച്ചട്ടമ്പി. പടത്തിന്റെ കംപ്ലീറ്റ് ഷൂട്ട് അവസാനിച്ചിട്ടുണ്ട്. കൈഡോ ലൊഹാരൊക്കെയാണ് പടത്തിൽ നായികയായിട്ട് വരാൻ പോകുന്നത്. ഡിജോ ജോസ് ആന്റണിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ എൻ്റയർ ഷൂട്ട് പാക്കപ്പ് ആയിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ഫോട്ടോ പുറത്തു വിട്ടിട്ടുണ്ട്, പടത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരുന്ന രീതിയിൽ.
സിനിമേന്റെ അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ പടത്തിന്റെ പാക്കപ്പിന്റെ ഒരു ഫോട്ടോ വന്നു, പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഫസ്റ്റ് ലുക്ക് വന്നു കൈതു ലൊഹാറിന്റെ, പിന്നെ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെന്റിന്റെ വീഡിയോ വന്നു, റിലീസ് ഡേറ്റ് ഉൾപ്പെടെ ടൊവിനോ തോമസിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോലെ. അങ്ങനെയൊക്കെയാണ് പള്ളിച്ചട്ടമ്പീന്റെ പ്രൊമോഷൻസ് നടക്കുന്നത് ഓൺലൈൻ സോഷ്യൽ മീഡിയാസിൽ. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ജനനായകൻ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. വമ്പൻ സിനിമ. പടത്തിന്റെ റിലീസ് വരാൻ പോകുന്നത് ഫെബ്രുവരി മാസം തന്നെയാണ്, ഇലക്ഷന് മുമ്പ് തന്നെയായിട്ട്. നിലവിൽ പടത്തിനെതിരെയുള്ള ഒരു CBFCക്ക് എതിരെ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കാൻ പോവുകയാണ് KVN പ്രൊഡക്ഷൻ ഹൗസ്. അത് തന്നെയാണ് പടത്തിന്റെ റിലീസ് അപ്ഡേറ്റ് തന്നെ വേഗം വരാൻ ചാൻസ് കാണുന്നത്. എന്തായാലും എല്ലാം നല്ലപോലെ നടക്കുകയാണെങ്കിൽ പടത്തിന്റെ റീഎഡിറ്റഡ് വേർഷൻ നിലവിൽ റിവൈസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് CBFCക്ക് സിനിമയെ വിലയിരുത്താനായിട്ട്. എന്തായാലും വിലയിരുത്തലിലെ സിനിമയ്ക്ക് UA+A സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ റിലീസ് ഡേറ്റ് ഈ ആഴ്ച തന്നെ പുറത്തു വരാൻ ചാൻസ് കാണുന്നുണ്ട്. പുതിയ റിലീസ് ഇത് കേൾക്കാൻ സാധിക്കുന്ന റൂമേഴ്സ് അനുസരിച്ച് ഫെബ്രുവരി മാസം 19, 20 തീയതികളിലായിരിക്കും പടത്തിന്റെ റിലീസ് ഡേറ്റ് വരാൻ ചാൻസ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ജനനായകന്റെ റിലീസിനായിട്ട്, വമ്പൻ റിലീസിനായിട്ട്. എന്തായാലും റീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ പറയാൻ ഞാൻ റെഡി തന്നെയാണ്. എന്തായാലും നിങ്ങൾ റെഡിയാണ് പടം കാണാനായിട്ട്? കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ജനനായകൻ സിനിമന്റെ റിലീസിനായിട്ട്. കൂടുതൽ സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.